All of you welcome. Today we will discuss the topic alternating series. When you say that a series is alternative, that means a series summation I is equal to 1 to infinity ai is called alternating if the terms ai are alternately positive and negative, and if the absolute value mod ai are decreasing to 0. That is, if first condition is a1 greater than 0, a2 less than 0, then a3 greater than 0, then a4 greater than 0, or a1 less than 0, then a2 greater than 0, a3 less than 0, etc. Then the second condition is mod a1 is greater than or equal to mod a2, which is greater than or equal to mod a3, greater than or equal to, etc. Third condition is limit I tends to infinity mod ai is equal to 0. ഈ മൂന്ന് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അത്തരം സീരീസിനെ നമ്മൾ ആൾട്ടർനേറ്റിംഗ് സീരീസ് എന്ന് പറയും. ദാറ്റ് മീൻസ് ഫസ്റ്റ് ടേം പോസിറ്റീവ് ആണെങ്കിൽ നെക്സ്റ്റ് ടേം നെഗറ്റീവ് ആയിരിക്കണം. കൂടാതെ ഇതൊരു ഡിക്രീസിങ് സീക്വൻസ് ആയിരിക്കണം. ഇത് ഡിക്രീസ് ചെയ്യുന്ന എങ്ങോട്ടായിരിക്കണം? സീറോയിലേക്ക് അപ്രോച്ച് ചെയ്യണം. ദാറ്റ് മീൻസ് ലിമിറ്റ് ഐ ടെൻസ് ടു ഇൻഫിനിറ്റി എ ഐ ഈസ് ഈക്വൽ ടു 0. ഈ മൂന്ന് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന സീക്വൻസുകളെ നമ്മൾ ആൾട്ടർനേറ്റിംഗ് സീക്വൻസ് എന്ന് പറയുന്നു. Then, example is the series 1 minus 1 by 2 plus 1 by 3 minus 1 by 4 plus etc. alternating. ഈ സീരീസ് ആൾട്ടർനേറ്റിംഗ് സീരീസ് ആണ്. ഇതിൽ നോക്കൂ, ഈ സീരീസിൻ്റെ ഫസ്റ്റ് ടേം പോസിറ്റീവ് ആണ്, സെക്കൻഡ് ടേം എന്താ നെഗറ്റീവ് വന്നു, ദെൻ തേർഡ് ടേം പോസിറ്റീവ്. അതായത് ഇതിലെ ഓരോ ടേംസും ആൾട്ടർനേറ്റീവ്ലി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആയിട്ടാണ് വരുന്നത്. സോ ഫസ്റ്റ് കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് എന്ത് പറയാം? ഹിയർ all terms are alternately positive and negative. Alternatively positive and negative. So first condition is satisfied. Then the second condition, ഇത് decreasing sequence ആണോ എന്ന് നോക്കണം. ഇവിടുത്തെ എ എൻ ഓർ എ ഐ എന്ന് പറയുന്നത് എന്താണ്? ith ടേം എ ഐ എന്താണ്? ഹിയർ എ ഐ ഇസ് ഈക്വൽ ടു എന്ത് വരും? എ ഐ മോഡ് എ ഐ എടുക്കാം നമുക്ക്. എന്നാൽ മോഡ് എ ഐ ഇസ് ഈക്വൽ ടു എന്ത് വരും? 1/i. ഓക്കെ, നമുക്കറിയാം 1/ai, അതായത് മോഡ് എ ഐ ഇസ് ഈക്വൽ ടു 1/i ആണ്, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 1/i പ്ലസ് 1 ആണല്ലോ. ഈ 1/i പ്ലസ് 1 എന്ന് വെച്ചാൽ എന്താണ്? വിച്ച് ഈസ് ഈക്വൽ ടു മോഡ് എ ഐ പ്ലസ് 1 ഫോർ ഓൾ ഐ. ദാറ്റ് മീൻസ് എ ഐ ഈസ് ഗ്രേറ്റർ ദാൻ മോഡ് എ ഐ പ്ലസ് 1 ഫോർ ഓൾ ഐ. സോ ഇറ്റ് ഈസ് എ ഡിക്രീസിങ് സീക്വൻസ്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ ഡിക്രീസിങ് സീക്വൻസ്. ഇതൊരു ഡിക്രീസിങ് സീക്വൻസ് ആണ്. സോ ആൾട്ടർനേറ്റിംഗ് സീരീസിൻ്റെ ഡിക്രീസിങ് സീരീസ് അല്ലേ, അതായത് ടേംസ് ഡിക്രീസ് ചെയ്യുന്നുണ്ട്. സോ ആൾട്ടർനേറ്റിംഗ് സീരീസിലെ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യും. ഇൻ തേർഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? ലിമിറ്റ് ഐ ടെൻസ് ടു ഇൻഫിനിറ്റി മോഡ് എ ഐ. ഇതിൻ്റെ വാല്യൂ എന്താണെന്ന് നോക്കാം. ഇവിടെ എ ഐ എന്ന് പറയുന്ന മോഡ് എ ഐ എന്ന് പറയുന്നത് എന്താണ്? 1/i ആണ്. സോ ഐയുടെ വാല്യൂ ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ 1/iയുടെ വാല്യൂ എന്താണ്? 0 ആണ്. സോ ഇത് ആൾട്ടർനേറ്റിംഗ് സീരീസിൻ്റെ തേർഡ് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ ഈ മൂന്ന് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? നമുക്ക് തന്നിരിക്കുന്ന ഈ സീരീസ് ആൾട്ടർനേറ്റിംഗ് സീരീസ് ആണ്. ഓക്കെ, thus the series satisfies all the conditions of alternating series. So the given series is alternating. ഈ നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ സീരീസ് ആൾട്ടർനേറ്റിംഗ് ആണ്. കൂടാതെ ഈ 1 - 1/3 + 1/3
കൂടാതെ 1 - 1/2 + 1/3 - 1/4 എക്സെട്ര. ഇതിനെ നമ്മൾ എന്ത് പറയും? ആൾട്ടർനേറ്റിംഗ് ഹാർമോണിക് സീരീസ് എന്ന് പറയും. സോ ദ സീരീസ് ഈസ് കോൾഡ് alternating harmonic series. Alternating harmonic series. ഹാർമോണിക് സീരീസ് എന്താണെന്നുള്ളത് നമ്മൾ പ്രീവിയസ്ലി പഠിച്ചതാണ്. എന്തായിരുന്നു ഹാർമോണിക് സീരീസ് എന്ന് പറയുന്നത്? 1 + 1/2 + 1/3 + എക്സെട്ര എന്ന് പറഞ്ഞ് വരുന്ന സീരീസിനെയാണ് നമ്മൾ ഹാർമോണിക് സീരീസ് എന്ന് പറയുന്നത്. അതിൽ അൾട്ടർനേറ്റ് ആയിട്ട് പോസിറ്റീവും നെഗറ്റീവും വരുന്നതിനെ നമ്മൾ ആൾട്ടർനേറ്റിംഗ് ഹാർമോണിക് സീരീസ് എന്ന് പറയുന്നു. ഓക്കെ. So next 1 - 2 + 3 - 4 + 5 - എക്സെട്ര. ഈ സീരീസ് നോക്കൂ, ഇതിൽ ആൾട്ടർനേറ്റീവ്ലി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വരുന്നുണ്ട്. പക്ഷേ ഇത് സെക്കൻഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഇതെന്താണ്? ഫസ്റ്റ് ടേമിനേക്കാൾ വലുതാണ് സെക്കൻഡ് ടേമിൻ്റെ മോഡുലസ് വാല്യൂ എന്ന് പറയുന്നത്. സോ ഇതൊരു ഡിക്രീസ് ചെയ്യുന്നില്ല. ഇതിൽ അബ്സല്യൂട്ട് വാല്യൂസ് ഓഫ് മോഡ് AI എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യുന്നില്ല. ഓക്കെ. സോ ഇത് എന്തല്ല? ആൾട്ടർനേറ്റിംഗ് സീരീസ് അല്ല. ഇത് ആൾട്ടർനേറ്റിംഗ് അല്ല, നോട്ട് ആൾട്ടർനേറ്റീവ്. അപ്പോൾ ആൾട്ടർനേറ്റീവ് അല്ലാത്ത ഒരു സീരീസാണ് ഈ സീരീസ്. ഇനി നാം ഡിസ്കസ് ചെയ്യുന്ന ആൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റാണ്. ആൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റിൽ 2 ടേംസ് ആയിട്ട് പറഞ്ഞു. ഫസ്റ്റ് വൺ, ഇഫ് summation I is equal to 1 to infinity AI is a series such that the AI alternate in sign and decreasing in absolute value and tends to 0, then it converges. ദാറ്റ് മീൻസ് സീരീസ് AI എന്ന് പറയുന്ന ഒരു ആൾട്ടർനേറ്റീവ് സീരീസ് ആണെങ്കിൽ അതെന്ത് ചെയ്യും? കൺവേർജ് ചെയ്യും. ഇത് ആൾട്ടർനേറ്റീവ് സീരീസ് ആവാനുള്ള 3 കണ്ടീഷൻസാണ് ഇവിടെ പറഞ്ഞത്. AIയുടെ സൈൻ എന്ന് പറയുന്ന ആൾട്ടർനേറ്റ് ആയിട്ട് വരിക, ആൻഡ് അത് ഡിക്രീസിങ് ഇൻ അബ്സല്യൂട്ട് വാല്യൂ ആവുക, കൂടാതെ അത് ടെൻസ് ടു 0 ആവുക. ഇത്രയും 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ ഈ സീരീസ് എന്തായി മാറും? ആൾട്ടർനേറ്റിംഗ് സീരീസ് ആവും. സോ നമുക്ക് എന്ത് പറയാം? ആൾട്ടർനേറ്റിംഗ് സീരീസ് എല്ലാം converge ചെയ്യും by alternating series test. Then the second one, the error made in approximating the sum by Sn is equal to summation I is equal to 1 to n AI. ഇത് നമ്മുടെ nth partial sum ആണ്. is not greater than mod an plus 1. ദാറ്റ് മീൻസ് നമ്മുടെ സീരീസിൻ്റെയും ഈ സീരീസിൻ്റെയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് നോട്ട് ഗ്രേറ്റർ ദാൻ മോഡ് an+1 ആയിരിക്കും. ഇതെന്ന് പറയുന്ന Sn എന്ന് പറയുന്നത് എന്താ? nth പാർഷ്യൽ സമ്മാണ്. ആ സീരീസിലെ nth ടേം വരെയുള്ള സമ്മേഷനാണ് Sn എന്ന് പറയുന്നത്. അതും ആ സീരീസിൻ്റെ സമ്മ് എന്ന് പറയുന്നതും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഈസ് നോട്ട് ഗ്രേറ്റർ ദാൻ മോഡ് an+1. ഇതാണ് ആൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റിലെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പ്രോബ്ലംസ് നോക്കാം. നെക്സ്റ്റ് പ്രോബ്ലം 1, ഷോ ദാറ്റ് ദ സീരീസ് 1 - 1/2 + 1/3 - 1/4 + etc. converges and find its sum with an error of no more than 0.1. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ സീരീസ് കൺവേർജ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. സോ പ്രീവിയസ്ലി നമ്മൾ പ്രൂവ് ചെയ്തു ഇതെന്ത് സീരീസ് ആണെന്ന്? ആൾട്ടർനേറ്റിംഗ് സീരീസ് ആണെന്ന്. ദാറ്റ് മീൻസ് ഇതിൻ്റെ ഫസ്റ്റ് ടേം പോസിറ്റീവ് ആണ്, ദെൻ സെക്കൻഡ് ടേം നെഗറ്റീവ്, ദെൻ പോസിറ്റീവ്, ഇങ്ങനെ ആൾട്ടർനേറ്റിംഗ് സൈൻ ആണ് വരുന്നത്. അപ്പോൾ ആൾട്ടർനേറ്റീവ് സീരീസിൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ദെൻ പ്രീവിയസ്ലി മോഡ് AI എന്ന് പറയുന്നത് 1/I ആണ്. ദെൻ വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ മോഡ് an+1 ആണെന്നുള്ളത്, മോഡ് AI+1 ആണെന്നുള്ളത് നമ്മൾ പ്രീവിയസ്ലി പ്രൂവ് ചെയ്തു. കൂടാതെ ഇതിൻ്റെ ith ടേം 0ലേക്ക് അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളൂ. അത് നമ്മൾ എക്സാമ്പിൾ 1ൽ പറഞ്ഞതാണ്. സോ അവിടെ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? വി ഗെറ്റ് ദി ഗിവൺ സീരീസ് ഇസ് ആൻ ആൾട്ടർനേറ്റിംഗ് സീരീസ്. സോ അവിടെ നമ്മൾ എക്സാമ്പിൾ 1ൽ എഴുതിയതെല്ലാം ഇവിടെ എഴുതണം. എന്നിരുന്നാൽ മാത്രമേ നമുക്ക് ഈ സീരീസ് ആൾട്ടർനേറ്റിംഗ് സീരീസ് ആണെന്ന് പറയുള്ളൂ. ഓക്കെ. അപ്പോൾ ആ 3 സ്റ്റെപ്പുകളും നിങ്ങളിവിടെ എഴുതണം. ആൾട്ടർനേറ്റിംഗ് സീരീസ് ആണെന്ന് പറയാനുള്ള കാരണങ്ങൾ. ദെൻ നമ്മൾ പ്രീവിയസ്ലി ആൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റ് പറഞ്ഞു. അപ്പോൾ ആൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റിൽ നമ്മൾ എന്താ പറഞ്ഞു? ഒരു സീരീസ് ആൾട്ടർനേറ്റിംഗ് സീരീസ് ആണെങ്കിൽ അതെന്തായിരിക്കും? കൺവേർജ് ചെയ്യും. സോ നമുക്ക് ഈ സീരീസ് ആൾട്ടർനേറ്റിംഗ് സീരീസ് ആണെന്ന് കിട്ടി. സോ ബൈ ആൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റ് ദ ഗിവൺ സീരീസ് കൺവേർജസ്.
അപ്പോൾ ഫസ്റ്റ് പാർട്ട് നമ്മളിവിടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി സെക്കൻഡ് പാർട്ടാണ്. സെക്കൻഡ് പാർട്ട് എന്തായിരുന്നു? ഫൈൻഡ് ഇറ്റ് സം വിത്ത് ആൻ എറർ ഓഫ് നോ മോർ ദാൻ 0.1. എറർ ലെസ് ദാൻ 0.1 ആകുമ്പോഴുള്ള ഈ സീരീസിൻ്റെ സമ്മ് കാണാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സോ ലെറ്റ് എസ് ബി ദി സം ഓഫ് ദി ഗിവൺ സീരീസ്. ദാറ്റ് ഈസ് സീരീസിൻ്റെ സമ്മ് എന്ന് പറയുന്നത് n ഈസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എ എൻ ഓർ ഐ ആണ് ഇവിടെ എടുക്കുന്നെങ്കിൽ ഐ ഈസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എ ഐ എന്ന് പറയുന്നത് എസ് ആണെന്ന് എടുക്കുന്നു. ഓക്കെ, ദെൻ ബൈ ആൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റ് മോഡ് summation i ഈസ് ഈക്വൽ ടു 1 ടു n -1 ഓൾ റേസ് ടു i പ്ലസ് 1 ബൈ ഐ. ഈ രീതിയിലാണല്ലോ നമുക്ക് തന്നിരിക്കുന്ന സീരീസായ 1-1/2 + 1/3 - 1/4 എന്ന് പറഞ്ഞതിനെ റെപ്രസെൻറ്റ് ചെയ്യുക. മൈനസ് സമ്മേഷൻ i ഈസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി -1 ഓൾ റേസ് ടു i പ്ലസ് 1 ബൈ ഐ. ഇത് എസ് ആണ് നമ്മൾ ഓൾറെഡി എടുത്തു. സോ അതിനെ എസ് എന്നിവിടെ കൊടുത്തു. ദെൻ ഇത് നമ്മുടെ പാർഷ്യൽ സമായ എസ് എൻ ആണ്. അപ്പോൾ എസ് എന്നും എസ്സും തമ്മിലുള്ള ഡിഫറൻസ് മോഡുലസ് വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ മോഡ് എ എൻ പ്ലസ് 1 ആണെന്ന് ആൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം നമുക്ക് എന്ത് ചെയ്താം? വിച്ച് ഈസ് ലെസ് ദാൻ മോഡ് എ എൻ പ്ലസ് 1. മോഡ് എ എൻ പ്ലസ് 1 എന്ന് പറയുന്നത് എന്താണ്? 1/n പ്ലസ് 1 ആണ്. സോ ഇത് തമ്മിലുള്ള ഈ ഒരു എറർ എന്ന് പറയുന്നത് ലെസ് ദാൻ 1/n പ്ലസ് 1 ആയിരിക്കും. സോ നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഹെൻസ് for the error to be less than 0.1, so we have to choose n such that 1/n plus 1 is less than or equal to 0.1. അതായത് 1/n പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡ് എ എൻ പ്ലസ് 1 ആണ്. അത് ലെസ് ദാൻ 0.1 ആകുന്ന തരത്തിലുള്ള n ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 0.1നെ നമുക്ക് എങ്ങനെ എഴുതാം? 1/10 ആയിട്ട് എഴുതാം. സോ 1/n പ്ലസ് 1 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/10. സോ n പ്ലസ് 1 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10. ദാറ്റ് ഈസ് n ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 9. Therefore, the approximate sum of the given series with an error of magnitude less than 0.1. അതായത് നമ്മുടെ സീരീസിൻ്റെ അപ്രോക്സിമേറ്റ് സം കാണാണ് വിത്ത് എറർ എന്ന് പറയുന്നത് ലെസ് ദാൻ 0.1 ആയിട്ടുള്ള എന്താണ് വരിക? എറർ ലെസ് ദാൻ 0.1 ആയിട്ടുള്ള സീരീസിൻ്റെ സമ്മ് എന്ന് പറയുന്നത് S9 ആയിരിക്കും. നമുക്ക് ഈ എറർ 0.1 ആകുമ്പോൾ n ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 9 എന്ന് പറഞ്ഞു. സോ നമ്മൾ S9ൻ്റെ വാല്യൂ കാണുന്നു. വിച്ച് ഈസ് ഈക്വൽ ടു എന്താ വരിക? സമ്മേഷൻ i ഈസ് ഈക്വൽ ടു 1 to 9 -1 ഓൾ റേസ് ടു i plus 1 divided by i. So which is equal to iക്ക് 1 കൊടുക്കുമ്പോൾ എന്ത് വരും? 1 വരും. iക്ക് 2 കൊടുക്കുമ്പോൾ -1/2 എന്ന് വരും. ദെൻ iക്ക് 3 കൊടുക്കുമ്പോൾ +1/3, iക്ക് 4 കൊടുക്കുമ്പോൾ -1/4, ഇങ്ങനെ +1/5 -1/6 പ്ലസ് എന്ത് വരും? 1/7 -1/8 +1/9. ഇവിടം വരെയല്ലേ പോവുക? അതായത് S9 എന്ന് പറയുമ്പം ഐയുടെ വാല്യൂ 9 വരെ. സോ 1/9 വരെ പോകും. സോ ഇതിൻ്റെ വാല്യൂ ഈ സമ്മേഷൻ്റെ വാല്യൂ ആണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 1879 ഡിവൈഡഡ് ബൈ 2520 എന്ന് കിട്ടും. ദാറ്റ് മീൻസ് വിച്ച് ഈസ് ഈക്വൽ ടു 0.7456. നിങ്ങൾ കാൽക്കുലേറ്ററിൽ കണ്ടാൽ മതി. സോ S9 എന്ന് പറയുന്നത് 0.7456 ആണ്. ഇതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അതായത് എറർ ലെസ് ദാൻ 1 ആകുന്ന തരത്തിലുള്ള ഈ സീരീസിൻ്റെ സമ്മ് കാണാം. അത് എന്ന് പറയുന്നത് 0.7456 ആണ്. സോ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടെസ്റ്റ് ദി കൺവെർജൻസ് ഓഫ് summation I is equal to 1 to infinity -1 all raised to I divided by 1 plus I all square. അപ്പോൾ ഈ സീരീസ് കൺവെർജൻ്റ് ആണോ ടെസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഈ സീരീസിൻ്റെ ടേംസ് എങ്ങനെ വരിക? സമ്മേഷൻ I is equal to 1 to infinity -1 all raised to I by 1 plus I all square. I is equal to 1 ആകുമ്പോൾ എന്ത് വരും? -1 all square, -1 all raised to 1. ദാറ്റ് മീൻസ് മൈനസ് വരും. അതായത് -1/1 പ്ലസ് ഐ, അതായത് 1 + 1 ഓൾ സ്ക്വയർ വിച്ച് ഈസ് 2 സ്ക്വയർ എന്ന് വരും. ദെൻ 2 കൊടുക്കുമ്പോൾ i is equal to 2 കൊടുക്കുമ്പം ഇവിടെ -1 ഓൾ സ്ക്വയർ എന്നുള്ളത് പ്ലസ് ആകും. അപ്പോൾ +1/3 സ്ക്വയർ -1/4 സ്ക്വയർ പ്ലസ് എക്സെട്ര. ഈ രീതിയിലാണ് പോവുക. ദാറ്റ് മീൻസ്
നമുക്കറിയാം -1 all raised to iയുടെ വാല്യൂ ഓഡ് ആകുമ്പോൾ വെൻ I ഈസ് ഓഡ് -1 all raised to iയുടെ വാല്യൂ എന്തായിരിക്കും? -1 ആയിരിക്കും. അതുപോലെ വെൻ I ഈസ് ഈവൻ, iയുടെ വാല്യൂ ഈവൻ വരുമ്പോൾ -1 all raised to i എന്ന് പറയുന്നത് എന്താണ്? +1 ആണ്. സോ നമ്മുടെ ഈ സീരീസിലെ ഓരോ ടേമും എന്താ, ഒന്ന് പോസിറ്റീവ് ആണെങ്കിൽ അടുത്തത് നെഗറ്റീവ് ആയിരിക്കും, പിന്നെയും പോസിറ്റീവ്. ഈ രീതിയിൽ ആൾട്ടർനേറ്റീവ് സൈൻ ആയിട്ടാണ് ഈ സീരീസിലെ ടേംസ് വരിക. സോ the terms of the given series are alternately positive and negative. That means first term negative വരുന്നു, then പോസിറ്റീവ് വരുന്നു. അപ്പോൾ ആൾട്ടർനേറ്റ്ലി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആയിട്ടാണ് അവിടുത്തെ ടേംസ് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ടേംസ് ഡിക്രീസിങ് ആണോ എന്ന് നോക്കണം. സോ ഇവിടെ മോഡ് AI എന്ന് പറയുന്നത് എന്താ? ഹിയർ മോഡ് AI ഈസ് ഈക്വൽ ടു 1/1 + i ഹോൾ സ്ക്വയർ ആണ്, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 1/1 + i + 1 ഹോൾ സ്ക്വയർ. ദാറ്റ് മീൻസ് ഡിനോമിനേറ്ററിൽ ഒന്ന് കൂടിക്കഴിഞ്ഞാൽ ഏതായിരിക്കും വാല്യൂ ഗ്രേറ്റർ ദാൻ ആയിട്ട് വരിക? 1/1 + i ഹോൾ സ്ക്വയർ ആണ്. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? വിച്ച് ഈസ് ഈക്വൽ ടു 1/2 + i ഹോൾ സ്ക്വയർ. ഇതേതാണ്? വിച്ച് ഈസ് ഈക്വൽ ടു മോഡ് AI + 1. ദെൻ i + 1th ടേം ആണ്. i + 1th ടേമിൻ്റെ മോഡുലസ് വാല്യൂ ആണ്. സോ നമുക്കിവിടെ എന്ത് കിട്ടി? മോഡ് AI ഈസ് ഗ്രേറ്റർ ദാൻ മോഡ് AI + 1 ഫോർ ഓൾ i. സോ നമ്മുടെ സെക്കൻഡ് കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഹെൻസ് ദി ടേംസ് are decreasing in absolute value. Absolute വാല്യൂവിൽ ഇതെന്താണ്? ഡിക്രീസിങ് സീക്വൻസ് ആണ്. ആൻഡ് ആൾസോ ലിമിറ്റ് i tends to infinity ai. Mod ai is equal to limit i tends to infinity. mod ai എന്ന് പറയുന്നത് എന്താണ്? 1/1 + i ഹോൾ സ്ക്വയർ ആണ്. സോ i tends to infinity ആകുമ്പോൾ 1/1 + i ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എങ്ങോട്ട് പോകും? 0ലേക്ക് അപ്രോച്ച് ചെയ്യും. സോ ഇവിടെ നമുക്ക് ആൾട്ടർനേറ്റീവ്ലി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എന്ന് കിട്ടി. ദെൻ മോഡ് AI ഈസ് ഗ്രേറ്റർ ദാൻ മോഡ് AI + 1 എന്ന് കിട്ടി. ദെൻ മോഡ് AIയുടെ ലിമിറ്റ് എന്ന് പറയുന്നത് 0 ആണെന്ന് കിട്ടി. സോ നമ്മുടെ ആൾട്ടർനേറ്റിംഗ് സീരീസിൻ്റെ 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എന്ത് പറയാം? therefore the given series is alternating സീരീസ് ആണ് നമുക്ക് തന്നിരിക്കുന്ന സീരീസ് എന്ന് പറയുന്നത്. സോ ദെൻ ബൈ ആൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റ്, ആൾട്ടർനേറ്റിംഗ് സീരീസ് ആണെങ്കിൽ അതെന്ത് ചെയ്യും? കൺവേർജ് ചെയ്യും. ദ ഗിവൺ സീരീസ് കൺവേർജസ്. അപ്പോൾ എല്ലാ ആൾട്ടർനേറ്റിംഗ് സീരീസും കൺവേർജ് ചെയ്യും. സോ ഈ സീരീസ് കൺവേർജ് ചെയ്യാന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? ഈ സീരീസ് ആൾട്ടർനേറ്റിംഗ് ആണെന്ന് പ്രൂവ് ചെയ്തു. നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് നോക്കാം. നെക്സ്റ്റ് ടോപ്പിക് അബ്സല്യൂട്ട് കൺവെർജൻസ് ആൻഡ് കണ്ടീഷണൽ കൺവെർജൻസ്. അപ്പോൾ ഒരു സീരീസ് എപ്പോഴാണ് അബ്സല്യൂട്ട് കൺവെർജൻ്റ് ആവുന്നത് നോക്കാം. എ സീരീസ് സമ്മേഷൻ i ഈസ് ഈക്വൽ ടു 1 to infinity ai ഈസ് കോൾഡ് അബ്സല്യൂട്ട്ലി കൺവെർജൻറ്റ് if summation i is equal to 1 to infinity mod ai convergent. That means ഒരു സീരീസിലെ അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ, ദാറ്റ് മീൻസ് സമ്മേഷൻ i is equal to 1 to infinity mod ai കൺവേർജ് ചെയ്യുകയാണെങ്കിൽ ഈ സീരീസ് എന്താണെന്ന് പറയാം? അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണെന്ന് പറയാം. അബ്സല്യൂട്ട് വാല്യൂ കൺവേർജ് ചെയ്യുമ്പോൾ ഈ സീരീസ് അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആകുന്നു. ദെൻ
A series summation I is equal to 1 to infinity ai is called conditionally convergent if summation ai converges but its absolute value diverges. അബ്സല്യൂട്ട് വാല്യൂ ഡൈവേർജ് ചെയ്യുകയും ആ സീരീസ് കൺവേർജ് ചെയ്യുകയുമാണെങ്കിൽ അത്തരം സീരീസിനെ നമ്മൾ എന്ത് പറയും? കണ്ടീഷണലി കൺവേർജൻറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ കണ്ടീഷണലി കൺവേർജൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ആ സീരീസ് കൺവേർജ് ചെയ്യണം, പക്ഷേ അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ ഡൈവേർജ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അത് കണ്ടീഷണലി കൺവേർജൻ്റ് ആയിരിക്കും. അതല്ല അബ്സല്യൂട്ട് വാല്യൂ കൺവേർജ് ചെയ്യുകയാണെങ്കിൽ അത്തരം സീരീസിനെ നമ്മൾ അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് എന്നും പറയും. സോ നെക്സ്റ്റ് ഒരു റിസൾട്ടാണ് എവരി അബ്സല്യൂട്ട്ലി കൺവേർജൻറ്റ് സീരീസ് ഈസ് കൺവേർജൻറ്റ്. ദാറ്റ് മീൻസ് ഏതൊരു അബ്സല്യൂട്ട് കൺവേർജൻറ്റ് സീരീസ് എടുത്തു കഴിഞ്ഞാലും അത് കൺവേർജ് ചെയ്യും. സോ നമ്മൾ എടുക്കുന്നു ലെറ്റ്, ഇതിൻ്റെ പ്രൂഫാണ് പറയുന്നത്, ലെറ്റ് സീരീസ് എ എൻ ബി എൻ അബ്സല്യൂട്ട്ലി കൺവേർജൻറ്റ് സീരീസ്, ബി എൻ അബ്സല്യൂട്ട്ലി കൺവേർജൻറ്റ് സീരീസ്. സീരീസ് എ എൻ അബ്സല്യൂട്ട്ലി കൺവേർജൻറ്റ് സീരീസ് ആണ് എടുക്കുന്നു. ഇത് അബ്സല്യൂട്ട്ലി കൺവേർജൻറ്റ് സീരീസ് ആയതുകൊണ്ട് നമുക്ക് ഡെഫിനിഷൻ പ്രകാരം എന്ത് പറയാം? then by definition the series summation mod a n converges. അതായത് അബ്സല്യൂട്ട് വാല്യൂ കൺവേർജ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് പറയുക? ആ സീരീസ് അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണെന്ന്. സോ സീരീസ് എ എൻ അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആയതുകൊണ്ട് സമ്മേഷൻ മോഡ് എ എൻ കൺവേർജസ് ആയിരിക്കും. നൗ ഫോർ എനി പോസിറ്റീവ് ഇൻറ്റിജർ n, പോസിറ്റീവ് ഇൻറ്റിജർ n മൈനസ് മോഡ് എ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എൻ which is less than or equal to mod a n. ഇത് നമുക്കറിയാവുന്നതാണ്. ഓക്കെ, സോ നമ്മൾ മോഡ് എ എൻ കൊണ്ട് ത്രൂ ഔട്ട് ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സോ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എൻ പ്ലസ് മോഡ് എ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ എൻ പ്ലസ് മോഡ് എ എൻ വരും. സോ അത് ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 2 ഇൻറ്റു മോഡ് എ എൻ. സോ സീരീസ് മോഡ് എ എൻ കൺവേർജ് ചെയ്യുന്നുണ്ട്. സോ സീരീസ് മോഡ് എ എൻ ഓർ സിൻസ് ഈ സീരീസ് മോഡ് എ എൻ കൺവേർജസ് സമ്മേഷൻ 2 മോഡ് എ എൻ കൺവേർജസ്. ദാറ്റ് മീൻസ് സീരീസ് മോഡ് എ എൻ കൺവേർജ് ചെയ്യുന്നത് കൊണ്ട് സീരീസ് 2 ഇൻറ്റു മോഡ് എ എന്നും എന്താകും? കൺവേർജ് ചെയ്യും. അപ്പോൾ ഹെൻസ് ബൈ കമ്പാരിസൺ ടെസ്റ്റ് നമുക്ക് എന്ത് പറയാം? ഈ സീരീസ് കൺവേർജ് ചെയ്യുന്നത് കൊണ്ട് ഈ സീരീസും എന്താകും? കൺവേർജ് ചെയ്യും. അപ്പോൾ ഹെൻസ് ബൈ കമ്പാരിസൺ ടെസ്റ്റ് സീരീസ് എ എൻ പ്ലസ് മോഡ് എ എൻ കൺവേർജസ്. Then we can write series a n is equal to summation a n plus mod a n minus mod a n. That means ഈ a n നോട് mod a n ആഡ് ചെയ്യുകയും അതുപോലെ സബ്സ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നു. So this can be written as which is equal to summation a n plus mod a n minus series mod a n. ഇങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. സോ നമുക്കറിയാം ഈ സീരീസ് എന്ത് ചെയ്യുന്നുണ്ട്? കൺവേർജ് ചെയ്യുന്നുണ്ട്. ഇത് കൺവേർജസ്. അതുപോലെ ബൈ കമ്പാരിസൺ ടെസ്റ്റ് പ്രകാരം ഈ സീരീസും കൺവേർജൻ്റ് ആണെന്ന് പറഞ്ഞു. കൺവേർജസ്. അപ്പോൾ രണ്ട് സീരീസ് കൺവേർജ് ചെയ്യുന്നുണ്ട്. ദെൻ അതിൻ്റെ ആ സീരീസുകൾ തമ്മിലുള്ള ഡിഫറൻസും എന്തായിരിക്കും? കൺവേർജ് ചെയ്യും. സോ നമുക്ക് എന്ത് പറയാം? ഹെൻസ് സീരീസ് എ എൻ കൺവേർജസ്. അപ്പം ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. സീരീസ് എ എൻ കൺവേർജ് ചെയ്യുന്നു. അതായത് സീരീസ് എ എൻ അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണെങ്കിൽ ആ സീരീസ് എന്ത് ചെയ്യും? കൺവേർജ് ചെയ്യും. അപ്പോൾ ഏതൊരു അബ്സല്യൂട്ട്ലി കൺവേർജൻറ്റ് സീരീസും കൺവേർജൻ്റ് ആയിരിക്കും. സോ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ്
summation n is equal to 1 to infinity minus 1 all raised to n minus 1 divided by 2n minus 1 is conditionally convergent. ഈ സീരീസ് കണ്ടീഷണലി കൺവേർജൻറ്റ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. കണ്ടീഷണലി കൺവേർജൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ സീരീസ് കൺവേർജ് ചെയ്യും, പക്ഷേ ഇതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ കൺവേർജ് ചെയ്യില്ല, ഡൈവേർജ് ചെയ്യുന്നു എന്ന് പറയണം. ഓക്കെ, സോ നമുക്ക് തന്നിരിക്കുന്ന സീരീസ് എന്താണെന്ന് നോക്കാം. The given series is summation n is equal to 1 to infinity minus 1 all raised to n minus 1 divided by 2n minus 1. അപ്പോൾ n-ന് 1 കൊടുക്കുമ്പോൾ എന്താ വരിക? ഇവിടെ -1 all raised to 0 എന്ന് വരും. ദാറ്റ് മീൻസ് അതെന്താണ്? പോസിറ്റീവാണ്. കൂടാതെ ഇവിടെ n-ന് 1 കൊടുക്കുമ്പോൾ 2 minus 1 വിച്ച് ഈസ് 1. സോ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1 എന്ന് കിട്ടും. സോ n ഈസ് ഈക്വൽ ടു 2 കൊടുക്കുമ്പോൾ ഇവിടെ -1 ഓൾ റേസ് ടു 1 എന്ന് വരും. സോ അത് നെഗറ്റീവ് ആയിരിക്കും. ഇവിടെയോ 2 minus 1 അല്ലേ? n-ന് 1 കൊടുത്തു, n-ന് 2 അല്ലേ ഇനി കൊടുക്കുന്നത്? n-ന് 2 കൊടുക്കുമ്പോൾ 2 into 2 4 minus 1 ഈസ് 3. സോ -1/3 എന്ന് കിട്ടും. ഈ നെക്സ്റ്റ് ടേം നമുക്ക് എന്താ കിട്ടുക? +1/5 -1/7 പ്ലസ് എക്സെട്ര ഇങ്ങനെ പോകും. സോ ഈ സീരീസിൽ ഓരോ ടേംസും ആദ്യം പോസിറ്റീവ് ദെൻ നെഗറ്റീവ് ഈ രീതിയിലാണ് പോകുന്നത്. അതായത് അൾട്ടർനേറ്റീവ്ലി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. അപ്പം നമുക്ക് എന്ത് എഴുതാം? ദ ടേംസ് ഓഫ് ദി സീരീസ്, ദ ടേംസ് ഓഫ് ദി ഗിവൺ സീരീസ് ആർ alternately positive and negative. ഇനി ഇവിടുത്തെ an എന്ന് പറയുന്നത് എന്താണ്? ഹിയർ an is equal to -1 all raised to n minus 1 divided by 2n minus 1 ആണ്. സോ മോഡ് an എന്ന് പറയുമ്പോൾ എന്ത് വരും? മോഡ് an is equal to, ഇതിൻ്റെ മോഡുലസ് വാല്യൂ എന്ന് പറയുന്നത് 1/2n minus 1 ആണ്, which is greater than 1/2n plus 1 ആണല്ലോ. ഡിനോമിനേറ്ററിൽ 2n minus 1ഉം ഇവിടെ 2n plus 1 ആണ്. അപ്പോൾ ഇതിൽ ഏതാണ് ഗ്രേറ്റർ ദാൻ ആയിട്ട് വരിക? 1/2n minus 1. ഓക്കെ, ഈ 1/2n plus 1 എന്ന് പറഞ്ഞാൽ എന്താണ്? വിച്ച് ഈസ് an plus 1ൻ്റെ മോഡുലസ് വാല്യൂ ആണ് അല്ലേ? ഇവിടെ n-ൻ്റെ സ്ഥാനത്ത് n plus 1 കൊടുത്തു നോക്കുക. അങ്ങനെയാണ് 2n minus 1ൻ്റെ സ്ഥാനത്ത് എന്ത് വരും? 2 into n plus 1 minus 1 which is 2n plus 2 minus 1 which is plus 1. ഓക്കെ, അപ്പോൾ 1/2n plus 1നെ നമുക്ക് മോഡ് an plus 1 എന്ന് എഴുതാം. ഫോർ ഓൾ n, എല്ലാ n-ലും ഇതെന്താണ്? ട്രൂ ആണ്. സോ ഇതെന്ത് സീരീസാന്ന് പറയാം? ഡിക്രീസിങ് ആണ്. ഡിക്രീസിങ് ഇൻ അബ്സല്യൂട്ട് വാല്യൂ. And also limit n tends to infinity mod an. ഇതിൻ്റെ വാല്യൂ എന്ത് വരും? ലിമിറ്റ് n tends to infinity mod an എന്ന് പറയുമ്പോൾ 1/2n minus 1. അപ്പോൾ n tends to infinity പോകുമ്പോൾ 1/2n minus 1ൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. സോ അൾട്ടർനേറ്റിംഗ് സീരീസിൻ്റെ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് തന്നിരിക്കുന്ന സീരീസ് എന്താണ്? അൾട്ടർനേറ്റിംഗ് സീരീസ് ആണ്. Hence, summation n is equal to 1 to infinity minus 1 all raised to n minus 1 divided by 2n minus 1 is an alternating series. ഇതൊരു alternating series ആണ്. ഇത് alternating series ആയതുകൊണ്ട് alternating series test പ്രകാരം നമുക്ക് എന്ത് പറയാം? By alternating series test, the given series converges. സോ സീരീസ് കൺവേർജൻ്റ് ആണെന്ന് കിട്ടി. ഇനി കണ്ടീഷണലി കൺവേർജൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ ഡൈവേർജൻ്റ് ആണ്. അബ്സല്യൂട്ട് വാല്യൂവിൻ്റെ സീരീസ് ഡൈവേർജൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. സോ നൗ കൺസിഡർ summation n is equal to 1 to infinity mod an. So which is equal to എന്ത് വരും? summation n is equal to 1 to infinity 1/2n minus 1. ഇവിടെ mod an ആണ്.
സോ ടേക്കിംഗ് ഇത് കമ്പാരിസൺ ടെസ്റ്റ് പ്രകാരമാണ് പറയുന്നത്. സോ ടേക്കിംഗ് ബി എൻ ഇസ് ഈക്വൽ ടു 1/n. അപ്പോൾ ബി എൻ എന്ന് പറഞ്ഞ ഒരു സീരീസ് എടുക്കുന്നു നമ്മൾ 1/n എന്ന് പറഞ്ഞു. സോ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മോഡ് എ എൻ ബൈ ബി എൻ വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മോഡ് എ എൻ എന്ന് പറഞ്ഞാൽ 1/2n-1 ഡിവൈഡഡ് ബൈ 1/n വിച്ച് ഈസ് ഈക്വൽ ടു എന്താ വരിക? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി, ഈ 1/n-ലെ n അങ്ങോട്ട് പോകും, ന്യൂമറേറ്ററിലേക്ക് പോകും. സോ n/2n-1 എന്ന് വരും. സോ ത്രൂ ഔട്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും n കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/2 - 1/n. സോ n ടെൻസ് ടു ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ 1/n-ൻ്റെ ലിമിറ്റ് എന്താകും? 0 ആകും. സോ ഇതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 1/2 ആയിരിക്കും, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 0. സോ ഈ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് ബി എൻ എന്ന് പറഞ്ഞ സീരീസ് ഡൈവേർജ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ സീരീസും എന്താകും? ഡൈവേർജ് ചെയ്യും. അതായത് ബി എൻ ഡൈവേർജ് ചെയ്യുകയാണെങ്കിൽ മോഡ് എ എന്ന് പറഞ്ഞത് ഡൈവേർജ് ചെയ്യും. സോ ഇവിടെ നമ്മുടെ സീരീസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? വിച്ച് ഈസ് ഈക്വൽ ടു സീരീസ് 1/n ആണ്. ഇതൊരു ഹാർമോണിക് സീരീസ് ആണ്. ഹാർമോണിക് സീരീസ് എന്താണ്? ഡൈവേർജ് ചെയ്യുന്നു. അപ്പോൾ ഈസ് ഡൈവേർജൻറ്റ്. ഈ സീരീസ് എന്താണ്? ഡൈവേർജൻ്റ് ആണ്. ദെൻ ബൈ റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റ് പ്രകാരം നമുക്ക് എന്ത് പറയാം? ദെൻ ബൈ റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റ് series mod an also diverges. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? സീരീസ് മോഡ് എ എൻ ഡൈവേർജസ് ആണ് കിട്ടി. കൂടാതെ സീരീസ് എ എൻ കൺവേർജസും ആണ്. സോ നമ്മുടെ സീരീസ് എന്തായി മാറും? കണ്ടീഷണലി കൺവേർജൻ്റ് ആണ്. ഹെൻസ് ദ ഗിവൺ സീരീസ് കണ്ടീഷണലി കൺവേർജൻ്റ്. കണ്ടീഷണലി കൺവേർജൻ്റ്. അപ്പോൾ കണ്ടീഷണലി കൺവേർജൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് തന്നിരിക്കുന്നതെങ്കിൽ ആ സീരീസ് കൺവേർജ് ചെയ്യുന്നു എന്നും പറയണം, ആ സീരീസിൻ്റെ മോഡുലസ് വാല്യൂ ഡൈവേർജ് ചെയ്യുന്നു എന്നും പറയണം. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് കണ്ടീഷണൽ കൺവേർജൻസ് ആണെന്ന് പ്രൂവ് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് അബ്സല്യൂട്ട് കൺവേർജൻസും ആദ്യം ആൾട്ടർനേറ്റിംഗ് സീരീസ് എന്താണെന്ന് പറഞ്ഞു, ദെൻ അബ്സല്യൂട്ട് കൺവേർജൻസും കണ്ടീഷണലി കൺവേർജൻസും എന്താണെന്നും ഡിസ്കസ് ചെയ്തു. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.